ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഹെയർ ബോ ആണ്. അതിനാദ്യം തന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 6mm ബീഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ 25-26 വെറൈറ്റിയോളം ബീഡ്സ് ഉണ്ട്. കളറ് പോവില്ല. നമ്മൾ പണ്ട് കാണിച്ചാണ് വീഡിയോസിൽ ഒരച്ചൊക്കെ നല്ല കളറിൽ ഡബിൾ കോട്ടഡ് ആണ്. അതേപോലെ തന്നെ ഈ സ്റ്റോണ് റെഡും വൈറ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഓണം റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ഹെയർ ബോസിൽ റെഡ് വെക്കാനും അതേപോലെ വൈറ്റ് വെക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലെ ഞാൻ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് എടുക്കാം. അതല്ല എങ്കിൽ ഞാനിതാ മഞ്ഞയാണ് എടുക്കുന്നത്, 4mm ബീഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയൊരു ഹെയർ ബോ ആണ്. ഇതൊന്നും പോവത്തില്ല, എത്ര കാലമായാലും സൂക്ഷിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നനയ്ക്കാതെ. കാരണം നനച്ച് കഴിഞ്ഞ് നമ്മൾ തൂത്തൊന്നും വെക്കില്ല. അപ്പം ഓൾറെഡി ഇത് തുരുമ്പെടുക്കാൻ തുടങ്ങും. അങ്ങനെയല്ല, നമ്മൾ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മെറ്റീരിയൽസ് ഒന്നും പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നുമില്ല, കേടായി പോവുക അങ്ങനത്തെ ഒരു ഇതില്ലാതെ എത്ര കാലം വേണേലും നിന്നോളും. പിന്നെ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വീഡിയോസ് ഞങ്ങൾ ആദ്യം ട്രയൽ നോക്കുന്നു. അത് കഴിഞ്ഞ് അത് സക്സസ് ആണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു കുറച്ച് വീഡിയോസുകളിൽ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതിനുവേണ്ടി നമ്മുടെ ഗീവ് അവേയുടെ ഗിഫ്റ്റ് ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതേ പിന്നെ ഓരോ വീഡിയോസിലും വേറെ വേറെ ഗിഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളതൊരു എപ്പിസോഡ് പോലെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളൊരു ഗീവ് അവേക്ക് വേണ്ടി ഒരു ചെറിയ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം അതും കൂടെ ഞങ്ങൾ മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോയുടെ താഴെ. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഞാൻ കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന പോലെ പ്ലാൻ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ, ഇപ്പം ഓരോ ദിവസത്തെ വീഡിയോയ്ക്കും കമൻ്റ് ഇടുന്നവർക്ക് നല്ല കമൻറ്റുകളാവുന്നവരുടെ അല്ലെങ്കിൽ നമ്മളത് റാൻഡംലി സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വിജയികൾ ഓരോ ദിവസവും വേറെ വേറെ, നമ്മൾ സെയിം ആളെ എടുക്കത്തില്ല. അപ്പം ഓരോ ദിവസവും വരുന്ന ഇതിൽ നിന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ എടുത്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന പോലെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം മാക്സിമം ആ ഒരു പ്ലാനിലാണ്. അപ്പം നിങ്ങളുടെയും വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ ഇതേപോലെ ഗിഫ്റ്റും പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ മുതൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. അതനുസരിച്ചായിരിക്കും വേണോ വേണ്ടയോ അതോ എന്താണ് ചെയ്യേണ്ടതെന്നും. എനിക്ക് ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സാണ് ആദ്യം തന്നെ എന്നെ സപ്പോർട്ടീവായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ് ഈ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നത് തന്നെ. നമ്മുടെ യൂട്യൂബ് ഫാമിലി 3K ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാൻ 1K ആയപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ 1-2 പേർക്കാണ് ഗിഫ്റ്റ് കിട്ടിയത്, 3 പേർക്ക്. അപ്പം അതുപോലെ ആവാതെ കുറച്ച് പേർക്ക് അധികം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതെന്ന്, അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും വിലയേറിയ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ഹെയർ ബോ ഓണത്തിനൊക്കെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.